നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ അതൊക്കെ എങ്ങനെയാണ് സത്യമാകുന്നത്? അതിന്റെ പിന്നിൽ ഒരു ദൈവിക രഹസ്യമുണ്ടാവുമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. 20-ാം നൂറ്റാണ്ടിലെ വലിയൊരു ആത്മീയ ചിന്തകനായിരുന്നു നെവിൽ ഗോദ്ദാർദ്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തത്വത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അതായത്, നമ്മൾ തേടുന്ന ആ താക്കോൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ശരിക്കും നെവിലിന്റെ എല്ലാ പഠനങ്ങളുടെയും കാതൽ അത് ഈ ഒരു വാക്യമാണ്. ഭാവനയെ വെറുമൊരു സ്വപ്നമായിട്ട് കാണരുത്, പകരം യാഥാർത്ഥ്യം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയായിട്ട് കാണണം. നമ്മൾ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ പോരാ, ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യോ ആ ഒരു അനുഭൂതിയിൽ ജീവിക്കണം. സംഭവം കൊള്ളാമല്ലേ? ശരി, നമുക്കിതിലോട്ട് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. അപ്പോ ഒന്നാമത്തെ ഭാഗം, അനുഭൂതിയാണ് രഹസ്യം. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാറ്? നമുക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പ്രതീക്ഷിക്കും, ചിലപ്പോൾ കെഞ്ചും, അല്ലേ? പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ശക്തി അത് നമുക്ക് തരുന്നതും കാത്തിരിക്കും. പക്ഷേ നെവിൽ പറയുന്നത് അതല്ല ശരിയായ വഴിയെന്നാ. യഥാർത്ഥ ശക്തി അവിടെയല്ല, മറിച്ച് തികച്ചും വേറൊരു ലെവലിലാണ് ആ സംഭവം. ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇടതുവശത്ത് നോക്കിയേ, ഒരാൾ പുറത്തേക്ക് നോക്കി സഹായത്തിനു വേണ്ടി യാചിക്കുന്ന പോലെയാണ്. ഇതാണ് നമ്മുടെയൊക്കെ സാധാരണ വഴി. പക്ഷെ വലതുവശത്തേക്ക് നോക്കൂ, അവിടെ ശക്തി വരുന്നത് ഉള്ളിൽ നിന്നാണ്. അതാണ് ആ രഹസ്യം. പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും തരാൻ കാത്തിരിക്കുന്നതിനു പകരം ആ ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറുമോ ആ ആളായിട്ട് ഉള്ളിൽ തന്നെ അങ്ങ് മാറുക. ആ ഒരു ഫീലിംഗ്, അതാണ് എല്ലാത്തിന്റെയും തുടക്കം. അപ്പോ നമ്മുടെ ഉള്ളിലെ ഈയൊരു ഫീലിങ്ങിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതാണ് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട തത്വം. നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത്, നമ്മളീ കാണുന്ന പുറമേയുള്ള ലോകമില്ലേ, അത് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഈ ഒരു ആശയം കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കണം. ലോകം നിങ്ങളെ പുറത്തേക്ക് തള്ളിയതാണ് എന്നുവെച്ചാൽ നിങ്ങളുടെ റിയാലിറ്റി ഒരു കണ്ണാടി പോലെയാണെന്ന് സങ്കല്പിക്കുക. കണ്ണാടിക്ക് സ്വന്തമായിട്ടൊരു രൂപവുമില്ല, അതെ. നിങ്ങൾ അതിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നോ അത് അതുപോലെ കാണിക്കും, അത്രയുള്ളൂ. നിങ്ങൾ ഉള്ളിൽ ഇല്ലായ്മയും പേടിയുമാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ജീവിതം നിങ്ങൾക്ക് അതുപോലത്തെ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങളുള്ളിൽ സ്നേഹവും സമൃദ്ധിയും അനുഭവിക്കാൻ തുടങ്ങിയാലോ ആ കണ്ണാടിയിലും അത് തന്നെ തെളിയും. നെവിൽ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, നിയമം അഥവാ ദ ലോ. ഇത് ഗ്രാവിറ്റി പോലെയാണ്, പക്ഷപാതമൊന്നുമില്ലാത്തൊരു നിയമം. നിങ്ങൾ നല്ലയാളാണോ ചീത്തയാളാണോ എന്നൊന്നും ഈ നിയമത്തിനൊരു വിഷയമല്ല. അതൊരൊറ്റ കാര്യമേ നോക്കുന്നുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് എന്ത് ഫീലിംഗാണുള്ളത്, നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ഭാവമാണോ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്, അതുപോലത്തെ സാഹചര്യങ്ങളെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വലിച്ചടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ശരി, അപ്പോ മൂന്നാമത്തെ ഭാഗം, ആഗ്രഹം എങ്ങനെ സഫലമാക്കാം. ഈ തിയോറിയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ നമുക്കതിന്റെ സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോളൂ. സ്റ്റെപ്പ് 1, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി തീരുമാനിക്കുക. ഒരൊറ്റ ആഗ്രഹം. സ്റ്റെപ്പ് 2, ആ ആഗ്രഹം കിട്ടിക്കഴിഞ്ഞ ശേഷമുള്ളൊരു രംഗം ഭാവനയിൽ കാണുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു പുതിയ ജോലിയാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ച് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നൊരു സീൻ. സ്റ്റെപ്പ് 3, ആ സീനിൽ അങ്ങ് ജീവിക്കുക. നിങ്ങളുടെ എല്ലാ സെൻസുകളും ഉപയോഗിച്ച് അതങ്ങ് ഫീൽ ചെയ്യുക. ആ അഭിനന്ദനം കേൾക്കുക, ആ സന്തോഷം അനുഭവിക്കുക, അത് റിയൽ ആയിട്ട് തോന്നണം. സ്റ്റെപ്പ് 4, ഈ ഫീലിംഗിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചുവരിക, പ്രത്യേകിച്ച് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ്. ഓർക്കുക, എങ്ങനെ കിട്ടുമെന്നതിലല്ല, കിട്ടിക്കഴിഞ്ഞു എന്ന ഫീലിംഗിലാണ് കാര്യം. അപ്പോ അടുത്തത് 4ാമത്തെ ഭാഗം, മാറ്റം വന്നവരുടെ കഥകൾ. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, ഇതൊക്കെ ശരിക്കും നടക്കുവോ, വെറും തിയറി മാത്രമാണോ? അല്ലേ അല്ല. നമുക്ക് നെവിലിന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചില റിയൽ ലൈഫ് സ്റ്റോറീസ് നോക്കാം. ആദ്യത്തെ കഥ നോക്കാം. ഭർത്താവ് അകന്നുപോയൊരു സ്ത്രീയുടെ കഥയാണിത്. അദ്ദേഹത്തെ തിരികെ വേണമായിരുന്നു. പക്ഷേ അവരദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിനു പകരം എല്ലാ രാത്രിയും ഒന്നങ്ങ് ഭാവനയിൽ കാണാൻ തുടങ്ങി. അദ്ദേഹം സ്നേഹത്തോടെ വന്ന് തന്നെ ചേർത്തു പിടിക്കുന്നതായിട്ട്. ആ സ്നേഹം, ആ സുരക്ഷിതത്വം അതവർ ശരിക്കും അങ്ങ് അനുഭവിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കോള് വന്നു. 1 മാസത്തിനകം അവർ വീണ്ടും ഒന്നിച്ചു. കണ്ടോ, പുറത്തുള്ള സാഹചര്യം മാറുന്നതിനു മുൻപ് അവരുടെ ഉള്ളിലെ ഫീലിംഗാണ് ആദ്യം മാറിയത്. ഇനി അടുത്ത കഥ, നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ചൊരാളുടെ കഥയാണ്. ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു പുള്ളി. പക്ഷേ അദ്ദേഹം ഭാവനയിൽ ഒരു കാര്യം ആവർത്തിച്ച് കണ്ടു. പുതിയ ജോലി കിട്ടിയതിന് മാനേജർ വന്ന് കൈ തന്ന് അഭിനന്ദിക്കുന്നൊരു രംഗം. ആ ഒരു സന്തോഷം, ആ അഭിമാനം അതങ്ങ് ഉള്ളിൽ നിറച്ചു. അധികം വൈകാതെ സംഭവിച്ചതെന്താണെന്നോ,
ഇരട്ടി ശമ്പളത്തിലൊരു ജോലി ഓഫർ അദ്ദേഹത്തെ അങ്ങോട്ട് തേടി വന്നു. അദ്ദേഹം ജോലി അന്വേഷിച്ചു പോയതല്ല, ജോലി ഇങ്ങോട്ട് വന്നതാണ്. 5ാമത്തെ ഭാഗം, നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി നമ്മുടെ ആഗ്രഹത്തിനെതിരായിരിക്കുമ്പോൾ എന്തു ചെയ്യും? ശരിക്കും ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലേ? ബാങ്കിൽ പൈസയില്ലാത്തപ്പോൾ എങ്ങനെയാണ് നമ്മൾ സമൃദ്ധി ഫീൽ ചെയ്യുക? ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെയാണ് സ്നേഹം അനുഭവിക്കുക? നമ്മുടെ കണ്ണുകാണുന്ന സത്യങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനെതിരാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതിന് നെവിൽ തരുന്ന ഉത്തരമിതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ ചിന്തകളുടെയും ഫീലിംഗ്സിന്റെയും ഒരു നിഴൽ മാത്രമാണ്. അത് പാസ്റ്റാണ്. ഒരു നിഴലിന് നിങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ശക്തി കൊടുക്കുന്നത് നിർത്തുക. അതിനോട് യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട, ജസ്റ്റ് അതിനെ അവഗണിക്കുക. ഇനി സംശയവും പേടിയുമൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും? അതിനോട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. അതൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. നമ്മളൊരു റേഡിയോ സ്റ്റേഷൻ മാറ്റുന്ന പോലെ ആ വരുന്ന വികാരത്തെ അങ്ങ് അംഗീകരിക്കുക. എന്നിട്ട് പതിയെ നമ്മുടെ ശ്രദ്ധ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന ഫീലിംഗിലേക്ക്, ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഓർക്കുക, നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളുടെ ശക്തിയും അവിടെ തന്നെയാണ്. അപ്പോ 6ാമത്തെ ഭാഗം, നിങ്ങളുടെ സ്വന്തം സൃഷ്ടിപരമായ ശക്തി. ഇത്രയും പറഞ്ഞതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പുറത്തുള്ള സാഹചര്യങ്ങളുടെ ഒരു ഇരയല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയുടെ ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് മാറ്റം വരുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാനുമുള്ള എല്ലാ കഴിവും നിങ്ങളുടെ ഭാവനയിലും നിങ്ങളുടെ ഫീലിംഗ്സിലുമുണ്ട്. നെവിലിന്റെ ഈ ആശയങ്ങളെ ശരിവെക്കുന്നൊരു വാക്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക. അപ്പോഴത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് ലഭിച്ചു കഴിഞ്ഞു എന്ന ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ മനസ്സിൽ വിചാരിക്കുന്നതല്ല, അതൊരു കംപ്ലീറ്റ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം തുടങ്ങുന്നത് പുറത്തുള്ള നിങ്ങളുടെ പ്രവർത്തികളിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫീലിംഗിൽ നിന്നാണ്. നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളുടെ പുതിയ ലോകത്തിന്റെ വിത്ത്. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് റിയാലിറ്റിയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്?